ചെന്നൈയിലെ വിവിധ ദേവാലയങ്ങളിലും തിരുപ്പിറവി ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. പാടിയിലെ സെയിന്റ് തോമസ് മലങ്കര സിറിയൻ കത്തോലിക്ക പള്ളിയിൽ നിരവധി മലയാളികളാണ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. മലയാളിയായ ഫാദർ മാത്യു പള്ളിക്കുന്നേലാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. ചെന്നൈയും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ പൊലിവിലാണ്. ഓരോ പള്ളികളിലും ഇങ്ങനെ വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഇടങ്ങളിലായി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈ പാടിയിലെ സെൻറ്റ് തോമസ് ചർച്ചിലാണുള്ളത്. അപ്പോൾ സെൻറ്റ് തോമസ് ചർച്ചിൽ ഇവിടെ വിശ്വാസികളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ഇത് മലങ്കര സിറിയാനിക് ചർച്ചാണ്. അവിടെ വിശ്വാസികളൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പുൽക്കൂടിനടുത്ത് അച്ഛനൊക്കെ ഉണ്ട്. അച്ഛനൊരു മലയാളിയാണ്. അദ്ദേഹം മാത്യു പള്ളിക്കുന്നേൽ, വയനാട് സ്വദേശിയായിട്ടുള്ള മാത്യു പള്ളിക്കുന്നേലാണ് ഇപ്പോൾ ഉള്ളത്. ഇതേ പിന്നിൽ പുൽക്കൂടും മറ്റുമൊക്കെ കാണാം. ആഘോഷമൊക്കെ വളരെ കളറാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. ഇതേ ഒരു വലിയ ടീം തന്നെയുണ്ട്. സീനിയേഴ്സിൻ്റെ പടയാണുള്ളത്, ജൂനിയേഴ്സ് കുറവാണ്. എന്തായാലും ഫാദർ നമുക്കിപ്പോൾ ഉണ്ട്. ഫാദർ, മേരി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഫാദർ ഒരു മലയാളി ഇവിടെ വെച്ച് കാണാൻ പറ്റി, വലിയ സന്തോഷം. എന്താണ് ഈ ഒരു ക്രിസ്മസ് ആയിട്ട് പറയാനുള്ളത്? ക്രിസ്മസ് വലിയൊരു ആഘോഷത്തിൻ്റെ രാവാണ്. ക്രിസ്മസിൻ്റെ എല്ലാ പ്രതീകങ്ങളും, ഈ കാണുന്ന പുൽക്കൂടും സ്റ്റാറും എല്ലാം വളരെ ആഘോഷത്തിൻ്റെ നിറവിലോട്ട് നമ്മളെ നയിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, ഈ മണ്ണിനെ തൊട്ടു എന്നുള്ള പരമമായ സത്യത്തെ നമ്മൾ ധ്യാനിക്കുന്ന, അതിനോർത്ത് പ്രാർത്ഥിക്കുന്ന, ആ സന്തോഷത്തെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന നല്ല നിമിഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇവിടെയും ഇന്ന് വളരെ വലിയ ആഘോഷമായിരുന്നു. പിന്നെ ക്രിസ്മസിൻ്റെ ക്രിബ്, സ്റ്റാറ്, അതോടനുബന്ധിച്ച മത്സരങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റുള്ള മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഉതകുന്ന തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഇടവകയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ 24-ൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകളും പ്രാർത്ഥനകളും പ്രത്യേകമായിട്ടും നേരുന്നു. ഒരു അച്ഛനെ കാണുമ്പോൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ന്യൂജൻ പിള്ളേരുടെ ആഘോഷമൊക്കെ ഭയങ്കര മോശമാണ്, ഈ പഴയ ആഘോഷമൊക്കെ ആയിരുന്നു നല്ലതെന്ന് അച്ഛന് തോന്നുന്നുണ്ട്. അച്ഛൻ വലിയ ഓൾഡ് ജനറേഷൻ ഒന്നും ആയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. ഓരോ കാലഘട്ടം മാറുമ്പോഴും ആഘോഷങ്ങൾക്കും ചെറുതായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ആ മാറ്റങ്ങളെ എല്ലാവരും ഉൾക്കൊള്ളണമെന്നാണ് പറയുന്നത്. പഴയ കാലത്തെ ആഘോഷമല്ല, അതേത് എടുത്താലും പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നൂതനമായ ആശയങ്ങളുമായിട്ട് തരത്തിൽ കിടപിടിക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ ഇന്ന് ഉണ്ട്. അത് ആരോഗ്യകരമായി അത് പരിപാലിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യുവത്വത്തിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ എന്തായാലും അച്ഛൻ നമുക്ക് സപ്പോർട്ടാണ്. ഇത് പിള്ളേരൊക്കെ ഉണ്ട്. ഒരു മേരി ക്രിസ്മസ് പറയോ? മേരി ക്രിസ്മസ്. പേരെന്താ? ഇവാഞ്ചലിൻ. പേരോ? നെഹേമിയ. നല്ല വെറൈറ്റി പേരൊക്കെയാണ് പിള്ളേർക്കുള്ളത്. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. ഇത് ഫുഡ് അടിയുടെ ടൈമാണ് കേട്ടോ ഇനി. അതായത് ഇവിടെ രാത്രി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഭക്ഷണം കഴിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പള്ളികളിലും പ്രാർത്ഥനാ സമയം വ്യത്യസ്തമാണ്. ഓരോ ഇടത്തും ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിരവധി സ്ഥലങ്ങളിൽ പലയിടത്തായിട്ട് ഇപ്പോൾ ഇങ്ങനെ കയർ സംഘങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെയും ഇങ്ങനെ വലിയ ആഘോഷത്തിലൊക്കെയാണ്. കാരോൾ സംഘങ്ങൾ പല സ്ഥലത്തായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെന്നൈയിൽ നിന്നും മേരി ക്രിസ്മസ്.